ഹായ്, എൻ്റെ പേര് ഷബീർ. ഞാൻ ബാലരാമപുരത്താണ് എൻ്റെ സ്ഥലം. ഈ വീഡിയോ എല്ലാവരും കാണണം. കണ്ട് ഇതിലുള്ള സത്യാവസ്ഥയും ഇതിലെന്ത് പറയുന്നതെന്ന് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ബാലരാമപുരത്ത് ഗ്രീൻ ഡോം എന്ന പബ്ലിക് സ്കൂളിൽ എൻ്റെ മകനെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവിടുത്തെ സ്റ്റുഡൻ്റാണ്. പക്ഷേ ഇപ്പോൾ വന്ന ഒരു പ്രിൻസിപ്പൽ, നസീർ ഗസാലി എന്ന പ്രിൻസിപ്പൽ, അയാൾക്ക് എൻ്റെ ഉള്ള വ്യക്തിപരമായ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ്റെ കൊച്ചിനെ മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നസീർ ഗസാലിയും അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട്. സ്കൂളിൽ എല്ലാത്തിനും ആണ് എൻ്റെ കുട്ടി. ഇപ്പോഴും അവൻ ടോപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അവന് ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസുഖം വരാറുണ്ട്. അങ്ങനെ ആസ്മയുടെ അസുഖമായിരുന്ന സമയത്ത്, അതായത് ആഗസ്റ്റ് മാസം, എൻ്റെ മകന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അവൻ സ്കൂളിൽ നിന്ന് തീരെ വയ്യാത്തതുകൊണ്ട് നേരത്തെ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അന്നത്തെ ഒരു ദിവസത്തെ മലയാള നോട്ട് അവന് എഴുതാൻ പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള 2 ദിവസങ്ങൾ വീണ ടീച്ചർ, അവനെ മണം പഠിപ്പിക്കുന്ന വീണ ടീച്ചർ, അത് എഴുതിക്കൊണ്ട് വരണമെന്ന് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. പ്രിൻസിപ്പൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒന്നില്ല നോട്ട് ഒന്ന് പകർത്തി തരികയോ അതല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ എൻ്റെ മകനെ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് എഴുതിക്കോളാം, അവന് വയ്യാത്തതുകൊണ്ടാണ് എഴുതാത്തത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ വീണ ടീച്ചറെ സംസാരിച്ചിട്ട് അതെനിക്ക് അയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ ഉത്തരവാദിത്തം അത്രയ്ക്ക് ഉള്ളതുകൊണ്ട് അയാൾ വീണ ടീച്ചറെ അറിയിച്ചില്ല. അന്നും വീട്ടിലോട്ട് വന്നപ്പോൾ വീണ ടീച്ചർ അത് നോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ച് അവരടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വീണ ടീച്ചറൊന്ന് വിളിക്കാൻ എൻ്റെ അടുത്ത് വിളിച്ച് ഈ കാര്യമൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ വീണ ടീച്ചർ വിളിച്ചു. വീണ ടീച്ചർ പറഞ്ഞു, ഞാനത് വേണമെങ്കിൽ എഴുതി തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, എൻ്റെ കൊച്ച് അവന് ചെയ്യേണ്ട കാര്യം അവൻ തനിയെ ചെയ്യട്ടെ. നിങ്ങൾ ഒന്നിലൊരു പേപ്പറിൽ പകർത്തുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഒന്ന് അയച്ചു തരികയോ വൈഫിൻ്റെ മൊബൈലിൽ അയച്ചു തരികയോ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം വയ്യാഞ്ഞ് നെബുലൈസേഷൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നെബുലൈസേഷൻ ചെയ്തിട്ട് സ്കൂളിൽ കൊണ്ടുപോയി വിട്ട എൻ്റെ മകനെ ആ ഒരു പീരീഡ് മൊത്തം എണീപ്പിച്ച് നിർത്തിയാണ് ആ മലയാളം നോട്ട് എഴുതിയത്. മോനെ എത്ര നേരം എണീപ്പിച്ച് നിർത്തിയേ? ഒരു പീരീഡ് ഫുള്ള് എണീപ്പിച്ച് നിർത്തിയാണ് ആ മലയാളം നോട്ട് എഴുതിപ്പിച്ചത്. അത് അന്ന് വൈകുന്നേരം മകൻ വന്ന് എൻ്റെ പറഞ്ഞു, വാപ്പച്ചി എനിക്ക് സ്കൂളിൽ പണിഷ്മെൻറ്റ് കിട്ടി, വാപ്പച്ചി എന്നെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ഈ പണിഷ്മെൻറ്റ് കിട്ടിയത്, പക്ഷേ എന്നെ സ്കൂളിൽ നിർത്തിയിരുന്നെങ്കിൽ ആ പണിഷ്മെൻറ്റ് കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പ്രിൻസിപ്പളെ കാണാൻ പോയി. പ്രിൻസിപ്പളും അവിടെ ഒരു അറബി കോളേജിലെ ഒരു സാറും അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുമായിട്ട് നാളെ വീണ ടീച്ചർ ചോദിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകനാണ് പ്രിൻസിപ്പളത്തെ ഈ കാര്യം മൊത്തം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പൾ നിൻ്റെ ഒരു ഫ്രണ്ടാണ്, നീ പ്രിൻസിപ്പളെ പറഞ്ഞാൽ മതി, പ്രിൻസിപ്പൾ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി എൻ്റെ മകൻ എണീറ്റ് ഒത്തിരി കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ എന്ന് ഞാനും എൻ്റെ വൈഫും ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നാളെ എന്നെ സ്കൂളിൽ പോയാൽ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും, വാപ്പച്ചി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്, വീണ ടീച്ചറെ പേടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്കൂളിൽ ഈ ഒരു കാര്യത്തിന് മോൻ ഇത്രയും പേടിക്കണം എന്തെന്നറിയാൻ പിറ്റേ ദിവസം രാവിലെ മകനെ കൊണ്ട് വിടാൻ പോയതിനോടൊപ്പം ഞാൻ പ്രിൻസിപ്പളെ അന്വേഷിച്ചു. പ്രിൻസിപ്പൾ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി ടീച്ചർ നേരെ പ്രിൻസിപ്പളെ ഫോൺ വഴി ബന്ധപ്പെട്ടു. അയാളോടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മകൻ എന്ത് കാര്യം ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. നിങ്ങളെ മകൻ വീട്ടിൽ ഞെട്ടി എണീക്കുന്നതിന് എല്ലാത്തിനും ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ എണീപ്പിച്ച് നിർത്തിയതിൻ്റെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചിട്ട് ആ സമയം കിട്ടും ഞങ്ങൾ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. ഈ തൊട്ടേന് പിടിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, എങ്കിൽ നിങ്ങളുടെ കൊച്ചിൻ്റെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യമല്ലേ ചോദിച്ചോളൂ, അതിന് ഇത്ര നിങ്ങൾ കിടന്ന് ഷൗട്ട് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു. ഭയങ്കര ഷൗട്ട് ചെയ്താണ് ആൾ സംസാരിച്ചത്. അതിൻ്റെ കോൾ റെക്കോർഡർ വേണമെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ് ചെയ്ത് തരാം, ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പാസ് ചെയ്ത് തരാം. അയാൾ എൻ്റെ അടുത്ത് ഒത്തിരി ഷൗട്ട് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് സഹിക്കാൻ പറ്റുക, അയാൾ തിരിച്ചുള്ള ഷൗട്ടിങ് സഹിക്കാൻ പറ്റുക. ഞാനൊരു ആണാണ്, സഹിക്കാൻ പറ്റുക. ഞാനും തിരിച്ചങ്ങോട്ട് വയലൻ്റ്. ഞാൻ പറഞ്ഞു, എല്ലാ പേരൻസിനെയും ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ച് എല്ലാ പേരൻസ് വന്ന് ഇതിനൊരു തീരുമാനമുണ്ട്, വയ്യാത്ത കൊച്ചിനെ എന്നെ എണീപ്പിച്ച് ചേർത്തി തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ തലേദിവസം ഉണ്ടായിരുന്ന അറബി കോളേജിലെ സാർ എന്നെ വന്ന് സമാധാനപ്പെടുത്തി, ഇപ്പം എന്തായാലും പ്രിൻസിപ്പൾ വരട്ടെ, വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതൊരു വ്യാഴാഴ്ച ദിവസം നടന്ന്, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഈ 4 ദിവസം എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടില്ല. അടുത്ത ദിവസം ചൊവ്വാഴ്ച ദിവസം പ്രിൻസിപ്പൾ വന്നു. ഞാൻ പോയി സംസാരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സക്കീർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. മീൻസ് ഒരു മാനേജറാണെന്ന് പറയുന്നു, എനിക്ക് എന്താണെന്ന് അറിയില്ല, അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് അറിയില്ല. ആ പുള്ളിക്കാരൻ ഒത്തിരി സമാധാനപ്പെടുത്തി. പക്ഷേ പ്രിൻസിപ്പൾ ഒരു എത്തിയിൽ അടുക്കുന്നില്ലായിരുന്നു. അയാളങ്ങനെ പറഞ്ഞിട്ടില്ല, അയാളങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കോൾ റെക്കോർഡ് കേൾപ്പിച്ചപ്പോൾ അയാൾക്ക് എന്തോ ഇതിൽ ദേഷ്യം വന്നാണ്. പക്ഷേ അത് പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കാം. പക്ഷേ എന്നിട്ടും എൻ്റെ മകൻ്റെ ഭാവി ഓർത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാനത് വിട്ടു, ഞാൻ പോയി. അത് കഴിഞ്ഞ് ആഗസ്റ്റ് 15-ാം തീയതി ആ സ്കൂളിൽ മൊത്തം 36 കുട്ടികളുണ്ട്. അതിൽ 35 കുട്ടികൾക്കും ഫ്ലാഗിൻ്റെ കളർ വരുന്ന റിബൺ എല്ലാ കുട്ടികളും കെട്ടിക്കൊടുത്തു. പക്ഷേ ലക്ഷ്മി ടീച്ചർ
ആണ് അതിൻ്റെ ഇൻചാർജ് ആയിരുന്നു. ആ ടീച്ചർ എൻ്റെ മകന് ഫ്ലാഗ് അത് റിബൺ കെട്ടിക്കൊടുത്തതുമില്ല. ഒത്തിരി ബാക്കിയുള്ള കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുത്തു, പക്ഷേ എൻ്റെ മകൻ അന്ന് സ്വീറ്റ്സ് കിട്ടിയതുമില്ല. അവരൊന്ന് ഒരു സീഡ് വിത്ത് വിതരണം ചെയ്തായിരുന്നു, അതെൻ്റെ മകന് കിട്ടിയതുമില്ല. ഞാൻ മകൻ വന്ന് ഒത്തിരി സങ്കടത്തോടെ പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ ചിന്തിക്കുക, അത് കൊച്ചിന് അതെന്തുമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നു. എല്ലാ കുട്ടികളും കെട്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവൻ മാത്രം 3 പ്രാവശ്യം ലക്ഷ്മി ടീച്ചറെ ചോദിച്ചു. ലക്ഷ്മി ടീച്ചർ അവനെ അവോയ്ഡ് ചെയ്ത് വിട്ടു. അവനൊന്ന് ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്ത്. എന്തിനാ അവരെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, എന്താണ് അവരുടെ കാര്യമെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയി പറഞ്ഞപ്പോൾ എന്നെ ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിൽ അവർ സംസാരമായിരുന്നു. ഇതെല്ലാം ചെറിയ കാര്യമാണ്. ഒരു വല്ലാത്ത രീതിയിൽ മനസ്സിൽ ഒത്തിരി അതൊന്ന് ഫീൽ ചെയ്തു അന്ന് അവിടെ സ്കൂളിൽ നിന്നും. സക്കീർ സാറും നസീർ ഗസാലിയും ലക്ഷ്മി ടീച്ചറും സംസാരിച്ച ആ രീതികൾ കേട്ടിട്ട്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുക, ശരി ഞാൻ പറഞ്ഞു, എങ്കിൽ ഇനി എൻ്റെ മകൻ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണ്ട, എൻ്റെ മകൻ വന്ന് പഠിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം മോൻ കളറിങ് കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിൽ മോന് പ്രൈസ് ഇല്ല. ഞാൻ കളർ കോമ്പറ്റീഷൻ്റെ മോൻ അടിച്ച പേപ്പർ ചോദിച്ചു ഒരു ദിവസം പോയപ്പോൾ, ഒരു വെള്ളിയാഴ്ച ദിവസം പോയപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ സ്കൂളിൽ പ്രശ്നമുണ്ടാകുമെന്നാണ് പറഞ്ഞു. അപ്പം അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്നെനിക്കറിയത്തില്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാം എന്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞതെന്ന്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, വീണ്ടും ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇവിടെ എല്ലാ തെറ്റ് ചെയ്യുന്ന ഇവിടെ നടക്കുന്ന എല്ലാ തെറ്റുകളിലും നിങ്ങളുടെ മകനെ ഒന്നാം പ്രതി, എല്ലാ കുട്ടികളെ അടിക്കുന്നു, കൊങ്ങി കയറി ഞെക്കി പിടിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ മകൻ വരട്ടെ, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ എക്സാം ചെയ്ത് വന്നിട്ട് ഞാൻ മകനെയും കൊണ്ട് അകത്ത് പോയപ്പോൾ വീണ്ടും പ്രിൻസിപ്പളില്ല. ഞാൻ അവരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു എന്ത് കാര്യമെന്ന് അയാൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറിന്ന് വന്ന് എൻ്റെ മകനെ താക്കി ചെയ്യുകയാണെങ്കിൽ മകന് ഇനി അത് ആവർത്തിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അയാൾ വന്ന സക്കീർ എന്ന ആ വ്യക്തിയും കൊണ്ടാണ് വന്ന് ഉടൻ തന്നെ അവിടെ കിടന്ന് ഭയങ്കര ഷൗട്ടിങ് ബഹളമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ സാർ ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കണമെന്ന് സെക്കൻഡ് ചോദിച്ചു. അവർ നേരെ എന്നെയും കൊണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മസ്ജിദ് ഉണ്ട്, മസ്ജിദിൻ്റെ കൂടെ ചേർന്നുള്ള റൂമിലോട്ട് നടന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൾ ചോദിച്ചു, നിങ്ങൾ ആവശ്യമില്ലാതാണ് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് വന്നത് എൻ്റെ മകൻ്റെ കളറിങ് പേപ്പർ കാണാനും മകനെ വിളിച്ചിട്ട് പോകാനും വന്നു, വേറെ ഒന്നിനും അല്ല വന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആൾ ഭയങ്കര ഷൗട്ടിങ്. ഏറ്റവും അവസാനം പറഞ്ഞു, ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അത് കേട്ടിട്ട് ഞാനും ഒരു വാപ്പായാണ്, സ്കൂളിൽ ടോപ്പായിട്ടിരിക്കുന്ന കൊച്ച് ഇത്രയും വേസ്റ്റ് എന്നെല്ലാം പറയുമ്പം ആർക്കത് ഫീൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു വാപ്പായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അത് ഫീൽ ചെയ്യും. ഞാനെന്ന് തിരിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ടി സി വാങ്ങിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ടി സി വാങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എങ്കിൽ ടി സി വന്നോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ എൻ്റെ ബൈക്ക് അവിടെ പോകുന്നവരായിരുന്നു. അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പം ഒരു തങ്ങൾ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ വന്ന് എന്നെ കുറേ സമാധാനപ്പെടുത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നി, ഒരിക്കലും എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല, ആരുടെയും വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി എൻ്റെ മകനെ ബലിയാടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ ചൈൽഡ് ലൈൻ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. പിറ്റേ ദിവസം മിസ്റ്റർ മാനുവൽ ചൈൽഡ് ലൈനിൽ അയാൾ കൗൺസിലിങ്ങിന് വിളിച്ചു. കൗൺസിലിംഗ് വിളിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മെത്തേഡിലുള്ള ആൾ കേട്ടതല്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ പിറ്റേ ദിവസം, അതായത് 29-ാം തീയതി എൻ്റെ മകനെ എക്സാമിന് ഇവിടെ ഇരുത്താൻ വേണ്ടി ചൈൽഡ് ലൈനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ എക്സാമിന് കൊണ്ടുപോയി. എക്സാം കഴിഞ്ഞ് 2:30-ക്ക് എൻ്റെ മകൻ വീട്ടിൽ വന്നു. 5:30 ആയപ്പോൾ അവിടുത്തെ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എനിക്കൊരു ലെറ്റർ കൊണ്ട് തന്നു. ലെറ്ററിൻ്റെ അകത്ത് എൻ്റെ മകനെ 5 ദിവസത്തേക്ക് 5 വർക്കിംഗ് ഡേയ്സിന് സസ്പെൻഡ് ചെയ്തതായിട്ട് എഴുതിയിരുന്നു. അതിൻ്റെ റീസൺ എൻ്റെ മകൻ ഒത്തിരി പിള്ളേരെ അടിച്ചു, അവർക്ക് ഫിസിക്കൽ ഡാമേജ് ആക്കിയെന്ന് എഴുതിയിരുന്നു. ഞാനവിടെ ചൈൽഡ് ലൈൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെൻ്റെ പറഞ്ഞത്, 12-ാം തീയതി വരെ എന്തായാലും സസ്പെൻഷൻ അല്ലേ, ഞാൻ നിങ്ങൾ 13-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അതിൻ്റെ അകത്ത് എന്തോ ഒരു കള്ളത്തിന് എനിക്ക് മണത്തു. പക്ഷേ അവർക്ക് സ്കൂളിൽ നല്ല സ്വീകരണമാണ് നടന്നത്. എൻ്റെ മകന് വേണ്ടി വന്നു എന്നല്ല അവിടെ കണ്ടേ, അവിടെ സ്കൂളിൽ ഫംഗ്ഷന് വേണ്ടി വന്നു എന്നാണ് വന്നത്. എന്നിട്ട് ഓഫീസ് റൂമിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കാര്യമെല്ലാം ഞാൻ ഇവിടെയാണ്, എനിക്ക് എൻ്റെ മകനോട് പഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രിൻസിപ്പൾ അത് വിട്ടില്ല. പ്രിൻസിപ്പളും ലക്ഷ്മി ടീച്ചറായിട്ട് കുറേ ആർഗ്യൂ ചെയ്തു, ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ അടുത്ത് കുറേ തർക്കിച്ച ശേഷം അവർ നേരെ തർക്കിച്ചിട്ട് എന്നെക്കൊണ്ട് മാപ്പ് എഴുതി വാങ്ങിപ്പിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ നിങ്ങൾ മാനേജ്മെൻറ്റിനെ സ്കൂളിനെ പറ്റി ആക്ഷേപിച്ച് പറഞ്ഞു, അത് ചൈൽഡിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് എഴുതി തരാൻ ഞങ്ങൾക്ക് കൂടെ കയറ്റാൻ പറ്റത്തില്ല. മാനുവൽ സാറും അത് തന്നെയാണ് ആവർത്തിച്ച്. അങ്ങനെ എന്നെക്കൊണ്ട് അവർ തയ്യാറാക്കി തന്ന മാപ്പ് അപേക്ഷയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു. കാര്യം എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു സ്കൂളിൽ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അതിനുശേഷം പല ദിവസവും സ്കൂളിൽ പോകുമ്പോൾ ലക്ഷ്മി ടീച്ചർ സെയ്ദിനെ പല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത്, നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തില്ലെങ്കിൽ ഉടൻ പറയും, നീ നിങ്ങൾ കേട്ടില്ലേ, നിന്നെ ഈ സ്കൂളിൽ നിന്ന് മാറ്റി വിട്ടുകളായി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഒരു പേപ്പേഴ്സ് അവിടെ നിന്ന് അയച്ചു തന്നു. അതിൽ എൻ്റെ മകൻ്റെ ഞാൻ 3 പ്രാവശ്യം ചോദിച്ചു, മകൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. മോന് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ അവിടെ? ഇല്ല. താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഞാൻ ഒപ്പിട്ട് തിരിച്ചു കൊടുത്തു. അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജോലി തിരക്ക് കാരണം, കാറ്ററിംഗ് വർക്കാണ്, അത് തിരക്ക് കാരണം എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മകൻ്റെ അടുത്ത് പിറ്റേ ദിവസം പോയപ്പോൾ ലക്ഷ്മി ടീച്ചർ പറഞ്ഞത്, എഴുതിയില്ലെങ്കിൽ വാപ്പായെ പോലീസിനെ വിട്ട് പിടിപ്പിക്കും, പിന്നെ മോനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി സംസാരിച്ചു. എന്തിനാ അങ്ങനെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്തിനാ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. കൊച്ച് മെൻ്റലി അപ്സെറ്റാണ്. മോൻ്റെ ക്യാരക്ടർ മൊത്തം മാറി. ഇവർ സസ്പെൻഷൻ കൊടുത്ത സമയത്ത് മോൻ തനിയെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കും, ഇരുന്ന് കരയും. അവൻ്റെ ക്യാരക്ടർ പഴയ ഉണ്ടായിരുന്ന ആ ഒരു കളിയും ചിരിയും ഒന്നും അവൻ്റെ മുഖത്തിപ്പോൾ ഇല്ല. ഇത് കണ്ടുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളോടുത്ത് കേണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് അറിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേ ദിവസം ലക്ഷ്മി ടീച്ചർ ബാക്കിൽ നിന്ന് നടന്നു. ലക്ഷ്മി ടീച്ചർ അന്ന് ഇത് പറഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല. രണ്ടാം മകൻ വന്ന് പറഞ്ഞപ്പോൾ അതിന് കുറേ കാരണം പറഞ്ഞു. എന്നിട്ട് കണ്ണുരുട്ടി മകനെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തി നോക്കി. എന്നിട്ട് മകൻ നിന്നില്ല. ഏറ്റവും അവസാനം ഞാൻ ഈ കാര്യം പറഞ്ഞു. ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 19+3 എന്ന് പറയുന്നത് 13+9 എന്ന് പറയുന്നത് 22 എന്ന് ഏതൊരു കൊച്ചിനും അറിയാം. എൻ്റെ മകൻ അത് എഴുതി ആൻസർ ചെയ്തതിനെ തെറ്റിട്ടാണ് അത് ലക്ഷ്മി ടീച്ചർ കൊടുത്തു വിട്ടത്. അപ്പോൾ അത് എന്ത് കാര്യം ചോദിച്ചപ്പോൾ എന്നെ ഇങ്ങനെ മെൻ്റലായിട്ട് ഞാൻ നിങ്ങളുടെ പേര് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനു കേസ് ഫയൽ ചെയ്യും? എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെൽക്കമെന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ അവഹേളിക്കാൻ നിൽക്കരുത്, ഇങ്ങനെ ഈ ഒരു പേരൻറ്റിൻ്റെ കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ടീച്ചർ ഇറങ്ങിപ്പോയി ടീച്ചർ എൻ്റെ മകൻ്റെ ബാക്കിൽ നടന്ന് മകൻ്റെ പറഞ്ഞ്, നിൻ്റെ വാപ്പയെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, അതുകൊണ്ട് ഇപ്പോൾ അത് എഴുതിത്ത എന്ന് പറഞ്ഞ് ബാക്കോട്ട് നടന്നു. എന്ത് എഴുതിത്ത എന്നുള്ളത് സെയ്തിൻ്റെ ചോദിച്ചു. സെയ്ത് പറഞ്ഞത് എന്താ പറഞ്ഞു ടീച്ചർ? എനിക്ക് ഈ സ്കൂളിലെ പരിപാടിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് എഴുതി. ആര് വാങ്ങിച്ചു? ആരെല്ലാം ചേർന്നാണ് വാങ്ങിപ്പിച്ചത് മോനെ കൊണ്ട് എഴുതി? ലക്ഷ്മി ടീച്ചർ മാത്രം. ലക്ഷ്മി ടീച്ചർ എന്താ പറഞ്ഞത്? അത് എഴുതുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? എഴുതി തന്നില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? എഴുതി തന്നില്ലെങ്കിൽ വാപ്പായെ പോലീസിനെ വിട്ട് പിടിപ്പിക്കുന്നു. ഒരു കൊച്ചിൻ്റെ മാനസികാവസ്ഥയോടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ആ കൊച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് എന്ത് തീർക്കാനാണ്? പേരൻസിൻ്റെ എന്ത് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പേരൻസിൻ്റെ അവിടെ തീർക്കേണ്ടതാണ്. എങ്ങനെ ഒരു സ്കൂൾ ആകരുത് എന്നുള്ളതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഈ ഗ്രീൻ ഡോം പബ്ലിക് സ്കൂൾ. നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പേരൻസിന്, സ്വന്തം കുട്ടിയെ സ്നേഹിക്കുന്ന ഏത് പേരൻസിനും ഇത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. ഇതിന് എൻ്റെ കൊച്ചിന് നീതിക്ക് വേണ്ടി ഞാൻ ഏറ്റവും പോകും. ഞാൻ എൻ്റെ കൊച്ചിനെ ആ സ്കൂളിൽ നിന്ന് ടീച്ചർ വാങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ ഈ സ്കൂളിൻ്റെ രീതി എന്താണ്. ഒരു മുസ്ലിം ട്രസ്റ്റിൻ്റെ കീഴിൽ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തും ആകാം എന്നല്ല. അവിടെ പഠിപ്പിക്കുന്ന ഫീസ് കൊടുത്താൽ പഠിക്കുന്നത്, അല്ലാതെ ഹോസ്റ്റലല്ല അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്താൽ എന്ത് കാര്യം പറഞ്ഞാലും അതിൽ ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിടുന്നത്. പക്ഷേ അതെന്ത് കാര്യമെന്ന് അവർ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നില്ല. ഒരു കൊച്ചിനെ മാനസികമായിട്ട് എന്ത് തകർന്നു അറിയുന്നില്ല. അവൻ വീട്ടിൽ വന്ന് അവൻ വാപ്പയെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ പറയാം, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ വാപ്പയെ പോലീസ് പിടിക്കില്ലല്ലോ, ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകില്ലല്ലോ എന്ന് എൻ്റെ മോൻ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വാപ്പയുടെ മനസ്സ് എങ്ങനെ ഇരിക്കുമെന്നും ഒരു ഉമ്മാരുടെ മനസ്സ് എങ്ങനെ ഇരിക്കും നിങ്ങൾ ചിന്തിക്കുക. എന്തായാലും വയ്ക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ സ്കൂളിനെ ഇഷ്ടപ്പെടുക. ഈ സ്കൂളിന് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഷെയർ ചെയ്യുക.